ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ആയ വോയിസസ് ഇൻ യൂണിസൺ എന്ന് പറയുന്ന യൂണിറ്റിലെ ദ റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെ നന്നായി വിശദീകരിച്ച് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാഠഭാഗത്തിലെ ചില വേർഡ്സിൻ്റെ മീനിങ്സ് അറിയാത്ത കൂട്ടുകാർക്കും അതേപോലെ പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാത്ത കൂട്ടുകാർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 4 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അതിലെല്ലാ വിഷയങ്ങളുടെയും എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്നും എല്ലാ കൂട്ടുകാരും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദ റെയിൻബോ പീപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. Activity 1, Word Hunt. Look at the word together. Find as many words from this word. Write each word you get inside a star. You will get 5 stars if you write 5 words. ടുഗെദർ എന്ന് പറയുന്ന വേർഡ് കൂട്ടുകാർ കണ്ടില്ലേ? അതുപോലെയുള്ള ഒരുപാട് വേർഡ്സ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഈ ഒരു 5 സ്റ്റാർസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ 5 സ്റ്റാർസിൻ്റെ ഉള്ളിലും നമ്മൾ അതുപോലെയുള്ള വേർഡ്സാണ് എഴുതേണ്ടത്. നമ്മൾ ഈ 5 സ്റ്റാർസിലും അതുപോലെയുള്ള വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 5 വേർഡ്സിൻ്റെ 5 സ്റ്റാർസ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് എക്സാമ്പിൾ? ഗോ എന്ന ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കി 5 എഴുതാം. ഫസ്റ്റത്തേൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഗെറ്റ് എന്നാണ്. പിന്നെ ദർ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സ്റ്റാറിൽ. പിന്നെ ഹെർ എന്ന് എഴുതിയിട്ടുണ്ട്, ടു എന്ന് എഴുതിയിട്ടുണ്ട്, ഹി എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സ്റ്റാറിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 സ്റ്റാർസിലും 5 വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കൂട്ടുകാരെ? 5 സ്റ്റാർസ് കിട്ടും അല്ലേ? അടുത്തതാണ് ആക്ടിവിറ്റി 2, മൈ കളർ മൈ പ്രൈഡ്. ദ റെയിൻബോ പീപ്പിൾ ആർ എക്സൈറ്റഡ് ടു ടോക്ക് അബൌട്ട് ദെയർ ന്യൂ കളേഴ്സ്. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദെയർ കളേഴ്സ്? അപ്പോൾ എന്താണ് റെയിൻബോ പീപ്പിൾസിന് അവരുടെ പുതിയ കളർ ലഭിച്ചതിൻ്റെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് അവർ ഓരോന്ന് പറയുന്നുണ്ടല്ലേ അവരുടെ കളറിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരെന്തായിരിക്കും അവരുടെ കളറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് ബ്ലൂ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഐ ആം ബ്ലൂ. ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ. ദ വേൾഡ്സ് ലാർജസ്റ്റ് എനിമൽ ഹാസ് മൈ കളർ. അപ്പോൾ എന്താണ്? ഞാൻ ബ്ലൂ ആണ്. സ്കൈ ആകാശത്തിന് എൻ്റെ കളറാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗത്തിനും എൻ്റെ കളറാണ് എന്ന് പറയുന്നുണ്ടല്ലേ. ഇനി യെല്ലോയിൻ്റെ ഊഴമാണ്. യെല്ലോ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഐ ആം യെല്ലോ. ഐ ഷൈൻ ലൈക്ക് ദ സൺ. ഐ ആം ദ കളർ ഓഫ് സൺഫ്ലവർ. ഞാൻ യെല്ലോയാണ്. ഞാൻ നന്നായി ഉദിച്ച് ഷൈൻ ചെയ്ത് നിൽക്കുന്ന സണ്ണിൻ്റെ കളറാണ്. അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ കളറുമാണ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 കൂടെ എഴുതാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. Now let's see what red and green say about themselves. അപ്പോൾ ഇനി നമുക്ക് നോക്കാം റെഡും ഗ്രീനും അവരെ പറ്റി എന്തൊക്കെയായിരിക്കും പറയുന്നത് എന്ന്. അപ്പോൾ റെഡ് എന്താണ് പറയുന്നത് എന്ന് എഴുതാൻ അവിടെ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. ഗ്രീനിനും അവിടെ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ റെഡിൻ്റെയും ഗ്രീനിൻ്റെയും നമുക്കൊന്ന് എഴുതി നോക്കാം. റെഡ് എന്താണ് പറയുന്നത്? ഐ ആം റെഡ്. ഐ ആം ബ്യൂട്ടിഫുൾ ലൈക്ക് ദ സെറ്റിംഗ് സൺ ആൻഡ് ഐ ആം ദ കളർ ഓഫ് ആപ്പിൾ. ഞാൻ റെഡാണ്. അസ്തമിച്ചു പോകുന്ന സൂര്യനെ പോലെ ഞാൻ വളരെ ഭംഗിയുള്ളതാണ്. ആൻഡ് ആപ്പിളിൻ്റെ കളറ് ഞാനാണ് എന്നും പറയുന്നുണ്ട് അല്ലേ. അടുത്തത് ഗ്രീൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഐ ആം ഗ്രീൻ. ഐ ആം ദ കളർ ഓഫ് നേച്ചർ. ഐ ക്യാൻ റിലാക്സ് ആൻഡ് മേക്ക് എവ്രി വൺ ഹാപ്പി. ഞാൻ ഗ്രീനാണ്. ഈ പ്രകൃതിയുടെ കളറാണ് ഞാൻ. അതേപോലെ എനിക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവരെയും റിലാക്സ് ചെയ്യാനും സാധിക്കും എന്നാണ് ഗ്രീൻ പറയുന്നത് അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്, ഫീലിങ്സ് ഇൻ വേർഡ്സ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദ വേർഡ് വാവ് ഷോ സർപ്രൈസ്. ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഫീലിംഗ്? വേർഡ്സിലുള്ള ഫീലിങ്സ് ആണല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പറയുന്നതിലെ സർപ്രൈസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. അതുപോലെ നമ്മളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വേർഡ്സ് ആണ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിൽ. അപ്പോൾ അതിന് കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിന് മാച്ച് ആവുന്ന വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. വാവ്, അലാസ്, ഓൾസ്, യാ, ഹുറേ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ നോക്കിയിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വേർഡ്സ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം കേട്ടോ.
ഫസ്റ്റത്തേത് എന്താണ്? വി ഹാവ് പ്ലേഡ് വെരി വെൽ. ഞങ്ങൾ നന്നായി കളിച്ചു. ഡാഷ് വി ലോസ്റ്റ് ദ ഗെയിം. പക്ഷേ ഞങ്ങളുടെ ഗെയിമിൽ ജയിക്കാനായില്ല, ഞങ്ങൾ തോറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരിക? അലാസ് എന്നാണ് വരിക. വി ഹാവ് പ്ലേഡ് വെരി വെൽ അലാസ് വി ലോസ്റ്റ് ദ ഗെയിം എന്നാണ് പറയേണ്ടത്. അടുത്തതാണ് ഡാഷ് അവർ ടീം ഹാസ് വോൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. അപ്പോൾ എന്താണ്? ഈ സമയത്ത് വേൾഡ് കപ്പിലെ എൻ്റെ ടീമാണ് ജയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഹുറേ എന്നാണ് കൊടുക്കേണ്ടത്. ഹുറേ അവർ ടീം ഹാസ് വോൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം എന്നാണ് കൊടുക്കുക. അടുത്തതാണ് ഡാഷ് വാട്ട് എ ഫാൻറ്റാസ്റ്റിക് ക്യാച്ച്. അപ്പോൾ എന്താണ്? അത് എന്ത് നല്ല ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ക്യാച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വാവ് എന്നാണ് കൊടുക്കുക. വാവ് വാട്ട് എ ഫാൻറ്റാസ്റ്റിക് ക്യാച്ച് എന്നാണ് പറയേണ്ടത്. അടുത്തതാണ് യു ഹിറ്റ് മൈ ഹാൻഡ് ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. നിൻ്റെ കയ്യിൽ ഇടിച്ചു, എനിക്ക് എൻ്റെ കൈ വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? യു ഹിറ്റ് മൈ ഹാൻഡ് ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തതാണ് ഡാഷ് ബോബി യു ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ്. നീയാണ് ബോബി ഫസ്റ്റ് പ്രൈസ് നേടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബോബി യു ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ് എന്നാണ് നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ഇമോഷൻസിനനുസരിച്ചിട്ട് വേർഡ്സ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 4. വി ഹാവ് സീൻ ദ പിക്ചർ ഓഫ് കളർഫുൾ റിബൺസ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. ഹിയർ ഈസ് അനദർ പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. അപ്പോൾ എന്താണ്? നമ്മൾ ഒരു സ്റ്റോറിയിൽ അറിഞ്ഞു അല്ലേ, ആകാശത്ത് നിന്ന് ഒരുപാട് കളർഫുൾ റിബൺസ് ഒക്കെ താഴെ വീഴുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു പിക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു പിക്ചർ നമ്മളോട് നോക്കിയിട്ട് ഈ ഒരു പിക്ചർ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഈ പിക്ചറിൽ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. നമുക്ക് താഴെ എഴുതാനുള്ള സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ഇൻ ദ പിക്ചർ ദർ ആർ മെനി ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഒരുപാട് കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു പിക്ചറിൽ ദർ ആർ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അപ്പോൾ എന്താണ്? അവരൊക്കെ ഹാപ്പിയാണ്, അതുപോലെ അവരൊക്കെ എന്താണ്? ആകാംക്ഷഭരിതമായിട്ടാണ് നിൽക്കുന്നത്, എക്സൈറ്റഡ് ആണ്. കളർഫുൾ ടോയ്സ് റിബൺസ് ബോൾസ് ആൻഡ് സ്വീറ്റ്സ് ആർ ഫാളിംഗ് ഫ്രം ദ സ്കൈ. അപ്പോൾ എന്താണ്? ആകാശത്ത് നിന്ന് കളർഫുൾ ആയിട്ടുള്ള ടോയ്സും റിബൺസും ബോൾസും അതേപോലെ ഒരുപാട് സ്വീറ്റ്സും എല്ലാം താഴേക്ക് വരുന്നുണ്ടല്ലേ. ദ ചിൽഡ്രൻ ആർ ട്രൈങ് ടു ക്യാച്ച് ദം. അപ്പോൾ ആ കുട്ടികളെല്ലാം അത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സം ചിൽഡ്രൻ ഹാവ് ഓൾറെഡി പിക്ക്ഡ് അപ്പ് ടോയ്സ് ആൻഡ് സ്വീറ്റ്സ്. ചില കുട്ടികളൊക്കെ ഓൾറെഡി ടോയ്സും സ്വീറ്റ്സും ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ദർ ഈസ് എ മങ്കി സിറ്റിംഗ് ഓൺ ദ ട്രീ ആൻഡ് ലുക്കിംഗ് അറ്റ് ദ ചിൽഡ്രൻ. അപ്പോൾ അവിടെ ഒരു മരത്തിൽ ഒരു മങ്കി ഇരുന്നിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട് അല്ലേ. ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദ ഗ്രൗണ്ട് ലുക്ക് സാൻഡി. സ്കൈ ഭയങ്കര നീലയായിട്ടും അതേപോലെ ഗ്രൗണ്ട് നല്ല സാൻഡി, അതായത് മണൽ പോലെയാണ് കാണുന്നത്. എവ്രി വൺ ഈസ് ഹാവിങ് ഫൺ ഓൺ ദിസ് ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ. അപ്പോൾ ഈ ഒരു ബ്രൈറ്റും അതേപോലെ നല്ല ഉദിച്ചു നിൽക്കുന്ന ഒരു സണ്ണി ഡേയുമായിട്ടുള്ള ഈ ഒരു ദിവസം എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 5. കളർഫുൾ റിബൺസ് ബിഗൻ ടു ഫാൾ ഫ്രം ദ സ്കൈ. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺസ്. അപ്പോൾ എന്താണ്? കളർഫുൾ ആയിട്ടുള്ള റിബൺസ് എല്ലാം ആകാശത്ത് നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു റിബൺസിനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്തത് കളർഫുൾ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ്. സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നൽകിയിട്ടുണ്ട്, അവിടെ ഒരു സെൻറ്റൻസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആ ഒരു ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ വായിച്ച് നോക്കിയിട്ട് ഓരോ സെൻറ്റൻസും കംപ്ലീറ്റ് ചെയ്യാൻ ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡാണ് എന്ന് നോക്കാം. One day, Neha and her brother Rohan went to a dash beach. അപ്പോൾ എന്താണ്? ഒരു ദിവസം നേഹയും അവൻ്റെ ബ്രദറായിട്ടുള്ള റോഹനും കൂടിയിട്ട് ഒരു ഡാഷ് ബീച്ചിലേക്ക് പോയി. അപ്പോൾ എന്ത് ബീച്ചായിരിക്കും അവിടെ ബീച്ചിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? സാൻഡി എന്നാണ് അല്ലേ. അപ്പോൾ സാൻഡി ബീച്ച് എന്നാണ് അവിടെ വരേണ്ടത്. അടുത്തതാണ് ദ സ്കൈ വാസ് ഡാഷ് ആൻഡ് ദ വാട്ടർ സ്പ്രാക്ലിഡ് അണ്ടർ ദ ഡാഷ് സൺ. അപ്പോൾ സ്കൈ എന്താണ്? സ്കൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് അവിടെ ഉണ്ട് അല്ലേ, ബ്രൈറ്റ് എന്നാണ്. അപ്പോൾ സ്കൈ വാസ് ബ്രൈറ്റ് ആൻഡ് ദ വാട്ടർ സ്പ്രാക്ലിഡ് അണ്ടർ ദ എന്ത് സണ്ണാണ്? സണ്ണിനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ സണ്ണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? വാം എന്നാണ് കൊടുക്കേണ്ടത്. ആൻഡ് ദ വാട്ടർ സ്പ്രാക്ലിഡ് അണ്ടർ ദ വാം സൺ. ദേ മെയ്ഡ് എ ഡാഷ് സാൻഡ് കാസ്റ്റിൽ. അപ്പോൾ സാൻഡ് കാസ്റ്റിൽ എങ്ങനെയുള്ള സാൻഡ് കാസ്റ്റിലാണ് അവരുണ്ടാക്കിയത്? ബിഗ് എന്നാണല്ലേ കൊടുക്കേണ്ടത്. വലിയ സാൻഡ് കാസ്റ്റിലാണ് അവരുണ്ടാക്കിയത്. ആൻഡ് കളക്റ്റഡ് ഷൈനി ഷെൽസ് ഫ്രം ദ ഷോർ. അപ്പോൾ അവർ തീരത്ത് നിന്ന് എന്ത് ഷെൽസ് ആയിരിക്കും അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഷെൽസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അവിടെ ഷൈനി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തിളങ്ങുന്ന ഷെൽസാണ് അവർ ഷോറിൽ നിന്ന് കളക്ട് ചെയ്തത്.
നേഹ സെഡ് ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിംഗ് ഡേ എവർ. നേഹ പറഞ്ഞു ഇതാണ് എൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് അമേസിംഗ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു സാധനത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തതാണ് ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് ഇതിന് താഴെ ബോക്സിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം നോക്കാം അല്ലേ. കുറച്ചെണ്ണം ഞാൻ പറഞ്ഞു തരാം, ബാക്കി കുറച്ചെണ്ണം കൂട്ടുകാർ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കും കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് പീസ്ഫുൾ, ഗ്ലോവിങ്, വാസ്റ്റ്, ഷൈനിങ്, ക്വയറ്റ്, കാം, വാം. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. ഇനിയും ഒരുപാട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നോക്കിയിട്ട് ഇതിലോട് എഴുതി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും പ്ലേ ലിസ്റ്റും അതേപോലെ ഈ പാഠത്തിൻ്റെ വീഡിയോയും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.